പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വരാൻ കാരണം നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ചോദിക്കുന്നതിന് എന്താ അതിൻ്റെ ആവശ്യം? നീ ചവിടുന്ന പോരായത് ശരിയാ. ശബരിമല ഹിന്ദു ദേവ മന്ദിരങ്ങൾ, ശബരിമല, പിന്നെ രാമക്ഷേത്രം, അത് എത്രയോ ക്ഷേത്രങ്ങൾ അവിടുത്തെ പൈസ മുഴുവൻ ആര് കൊണ്ടുപോയിന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ അർഹനല്ല, വേണ്ടപ്പെട്ട ഏതായാലും ആരും അനങ്ങുന്നില്ല. ഏത് അമ്പലത്തിലെ കൊണ്ടുപോയിരിക്കും ആർക്കും ഒന്നും അനങ്ങാനില്ല. നിസ്സാരക്കാർ ഞാൻ ചോദിച്ചോട്ടെ, ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ മുരാരി പോലവന് ആദ്യത്തെ അതിൻ്റെ പ്രധാനി അവനെ അടൂർ പ്രകാശാണ് ഡൽഹിയിൽ കൊണ്ടുപോയി സോണിയാഗാന്ധിയുമായിട്ട് പരിചയപ്പെടുത്തിയത്. സോണിയാഗാന്ധിയും ഇവനുമായിട്ട് എന്താ ബന്ധത്തിന് കാരണം? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മക്കളെ, ഒരു രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളാരും ഇടപെടരുത്. കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ. സുപ്രീം കോടതി പോലും പല ജഡ്ജിമാരും റിട്ടയർ ചെയ്തപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അവരും മനുഷ്യരാണ്. അവർക്കവരുടെ ജീവിതമുണ്ട്. യുവമാരെ പോലെ കെട്ടിയച്ച് ഉപേക്ഷിച്ച് നടക്കുന്നവരോ അല്ലല്ലോ, മറ്റേ രീതിയിൽ പോകുന്നവരല്ല. അവർക്ക് അവരുടെ ഭാര്യ കുഞ്ഞുങ്ങളുമുണ്ട്, അവരുടെ ഭാവി നോക്കണം. അപ്പോൾ അവർ എപ്പോഴും അതിന് കയറക്കും. ഒന്നിൽ ഭീഷണി, അല്ലെങ്കിൽ എന്തെങ്കിലും ഔദാര്യം. രണ്ടൊന്നും വിചാരിക്കാനൊക്കെ ഭീഷണിയാണെങ്കിൽ പോയി അടിവപ്പെട്ടു. കാരണം ഗവൺമെൻറ് പറയുന്നതിനപ്പുറത്തൊന്നും ആരും ഒന്നും ചെയ്യാനില്ല. കാരണം സുപ്രീം കോടതി ജഡ്ജിക്ക് വലിയ കഴിവ്, വലിയ ഉത്തരവാദിത്വവും പവറും ഉണ്ടെങ്കിലും നാളെ ജോലി നടങ്ങുന്ന ദിവസം ഇല്ലാതെ പോയാൽ ചെയ്യും, കുടുംബം പോയോ? ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല മക്കളെ. ഇത് തന്നെ മതത്തിൻ്റെ കാര്യം. എൻ്റെ പോപ്പ് ഒരു മെസ്സേജ് ഇട്ട് അത് മുഴുവൻ എനിക്ക് കിട്ടിയില്ല. എഴുതിയെടുക്കാൻ നോക്കണൊക്കെ അത് ഡിസപ്പിയറായി. അത് ചെറുപ്പക്കാർ എല്ലാം ഈ സഭയിൽ മുന്നോട്ട് വരണം. കാരണം ഞാൻ ചോദിക്കുന്ന ആത്മീയ കാര്യത്തിൽ മറ്റുള്ളവരെ എല്ലാം സംഘടിപ്പിക്കാനായിട്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വരണമെന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത് പോപ്പിനോട് തന്നെയാണ് ചോദിക്കുന്നത്, തനിക്കെന്തോ ജോലിയാ? തൻ്റെ സഭയിൽ എത്രമാത്രം മെത്രാന്മാരുണ്ട്, കന്യാസികളുണ്ട്? ഞാൻ ചോദിക്കട്ടെ, 2 പുരോഹിതന്മാരെവിടെയെങ്കിലും പോയാൽ ഒരു കന്യാസിയുടെ കൂടെ പോയി എന്തെടുക്കാനാ? നിങ്ങൾ മനുഷ്യ വിദ്യയാക്കരുത്. പോപ്പേ താനും മനുഷ്യ വിദ്യയാക്കരുത്. തനിക്ക് തൻ്റെ സഭയെ നിയന്ത്രിക്കാൻ വേണമെങ്കിൽ ചെറുപ്പക്കാരെ ഇറക്കി ഇനിയിപ്പം അവർ തല്ലുകൊണ്ട് മരിച്ചോളാനല്ലേ? ഇത് തന്നെയായാലും നടക്കുന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാൻ, അദ്ദേഹം കഴിഞ്ഞ കാതോലിക്കായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ പ്രകീർത്തിച്ച് അദ്ദേഹത്തിന് പേപ്പർ വായിക്കാൻ സമയമില്ല, അതില്ല ഇല്ല. എന്നാലും വിശ്വാസികളുടെ മനസ്സറിഞ്ഞു. എവിടെ വിശ്വാസികളുടെ മനസ്സറിഞ്ഞു?
ആ എളിയവനോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട്, ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, എന്തുകൊണ്ട് കോവിഡ് വന്നപ്പോൾ 250 രൂപ കാതോലിക്ക ദിനപ്പിരിവ് നിങ്ങൾ കൽപ്പന ഇറക്കിയപ്പോൾ എന്തുകൊണ്ട് ഈ പാവം പിടിച്ച വിശ്വാസികൾ അശരണരായി കിടക്കുന്ന കിടപ്പ് രോഗികളോ പോകാൻ കഴിവില്ലാത്തവർക്കോ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുത്ത ഹോമിയോ ഗുളിക സൗജന്യമായിട്ടുള്ളത് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ഈ കൽപ്പന ഇറക്കി കൊടുത്തതൊന്നും എഴുതിയോ? ഇല്ല. അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കള്ളൻ കാതോലിക്ക 250 രൂപ ആക്കിയത്? സഭയിലെ വിവാഹം കഴിച്ച പുരോഹിതന്മാർക്കും അവൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും കോവിഡ് ഇൻഷുറൻസ് എടുക്കാൻ 1 അല്ല 2 വർഷത്തെ കോവിഡ് ഇൻഷുറൻസ്. കാരണം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആടുകളില്ലെങ്കിൽ ഇടയന്മാർ മാത്രം മതി. അതിനെക്കുറിച്ച് ഞാൻ ബൈബിൾ എടുക്കാൻ പോകുന്നില്ല ഇപ്പോഴേ. അതായത് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ. അത് ഇന്ന് പുരോഹിതവർഗം അത് ചെയ്യുന്നുണ്ട്. അവർ ഒറ്റക്കെട്ട. നമ്മൾ ഈ 2-3 മാസത്തെ ചർച്ചയെടുത്താൽ എല്ലാ മതനേതാക്കന്മാരും രാഷ്ട്രീയ തലപ്പത്ത് പോയി അവരെ കാണുകയും ഫോട്ടോ എടുക്കുകയും അവരോട് ഓരോ കാര്യങ്ങൾ അവരെന്തൊക്കെ നടന്നെനിക്കില്ല ഏതിലുള്ള പോയി കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ പേഴ്സണലായി പോയി കാണുന്നു. എന്തോ ആവശ്യത്തിലാണ്? ഒരു മെത്രാന് തനിയെ ഒരു മുഖ്യമന്ത്രിയെ പോയി കാണേണ്ട കാര്യം എന്തുവാ? അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കാശില്ലെന്ന് പറയാനാണോ? അതോ അവൻ്റെ സഭയിലെ കാര്യമാണെങ്കിൽ സഭയുടെ തലപ്പത്തുള്ളവരും എല്ലാവരും കൂടെ പോകണം. എന്നാൽ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടു. അത് ചില ചോദ്യങ്ങളും ഉത്തരവുകളും ഒക്കെ കിട്ടി. അതിൻ്റെ ബോധമായിട്ട് ഇന്ന് ഓർത്തഡോക്സ് സഭ നീണ്ടൊരു ലേഖനം ഇട്ടു. എൻ്റെ 1.25 സെൻറ്റ് സ്ഥലം, അതായത് സ്ഥലം കിട്ടാൻ പ്രയാസമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് 3 വർഷത്തിന്മേലായെന്ന എൻ്റെ ഉദ്ദേശം. ഇതുവരെ ഇവർക്ക് എങ്ങ് സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ചൂരൽമലയിൽ തന്നെ കൊടുക്കണമെന്നെന്താ നിർബന്ധം? അവരിപ്പോഴും ചൂരൽമലയിലാണ്. എവിടെയൊക്കെയോ വാടക വീണ്ടും ആര് കൊടുക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, നിനക്ക് വല്ലതും അറിയാമോ? ജന്റുവാസ് ഓർസ സഭയിലെ തലപ്പത്തുള്ളവന്മാരെ, നിങ്ങളെ ഈ പറയുന്ന എല്ലാ അവന്മാരുടെ മക്കൾ എല്ലായിടത്തും സുഖമായി പഠിക്കുകയും ജോലി ചെയ്യുന്നുണ്ട്. ഭർത്താമാർക്കും പുരോഹിതന്മാർക്കും മാസം മാറി വണ്ടി എടുക്കാനുള്ള കാശുണ്ട്. എന്നാലും ഈ നീ ഒരു പാവം പിടിച്ചവൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുണം പിടിക്കാത്ത ഓർത്ത സഭയിലെ മെത്താനെ പുരോഹിതന്മാരെ അല്ല, ആ അഡ്വക്കേറ്റ് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിനക്കൊക്കെ ഒരു പാവം പിടിച്ചവൻ ഇതാണോ ക്രിസ്തീയ വിശ്വാസത്തിൽ, അതായത് ദൈവം പഠിപ്പിച്ചത്? ഒരു പാവം പിടിച്ച മനുഷ്യൻ വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അത് കൊടുക്കുന്നത് നീ എനിക്ക് തന്ന പോലെയാണെന്നാണ് ദൈവം പറഞ്ഞത്. നിങ്ങൾ ഈ 3 വർഷമാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ കേരള ഗവൺമെൻറ് പറഞ്ഞോ ചൂരൽമലയിൽ തന്നെ സ്ഥലം മേടിച്ച് വീട് വെച്ചു കൊടുക്കണമെന്ന്? എങ്കിൽ പറ. അപ്പം നിങ്ങൾക്ക് പറയാം അങ്ങനല്ല, അവർക്ക് നല്ല സൗകര്യമായിട്ടുള്ള സ്ഥലം ഇന്നടത്തുണ്ട്, അത് ഞങ്ങൾ മേടിച്ച് വീട് വെച്ചു കൊടുക്കും. അത് നിങ്ങൾ പറയത്തില്ല. അത് നിങ്ങളൊക്കെ കള്ളന്മാർക്ക് ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ
കൊണ്ടതായി പറഞ്ഞുണ്ടാക്കിയവന്മാരില്ലേ. അപ്പം പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോഴും അവിടെ ആരാണ്ട് ഒരു 90 സെൻറ്റ് സ്ഥലം എത്രയോ വലിയ തുക മേടിച്ചിട്ടുണ്ട്. 3.25 സെൻറ്റ് സ്ഥലം ഒരു ആളിന്. അതിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്, അതിനകത്ത് 2 ബെഡ്റൂം, ഡൈനിങ്, സിറ്റിങ്, അടുക്കള, മറ്റേതൊക്കെ ഒന്നും കൊടുത്ത് ഈ 3.25 സെൻറ്റിനകത്ത് വെക്കുന്ന വീടിനകത്ത് അവരെ ഓഫീസ് ജോലി ചെയ്യുന്നവരാണോ? അവർ അങ്ങനെ ജീവിച്ചവരാണോ? അവർക്ക് പശു ഉണ്ടായിരിക്കാൻ ആളുണ്ടായിരുന്നായിരിക്കാം, അവരുടെ കൃഷിവിഭവങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നായിരിക്കാം, അവരുടെ പഴയ നഷ്ടപ്പെട്ടു പോയ വീടുകൾ. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയില്ലേ. അതിനുള്ളത് നിങ്ങൾ 3.25 ഉണ്ടാക്കി വയ്യേ, നിങ്ങൾ ചെയ്ത ചുമ എത്ര നാൾ ഈ വീട് നിലനിൽക്കുമെന്ന് ഞാൻ കാണാം. അത് തന്നെയല്ല, ഇപ്പം നിങ്ങളുടെ ഓർഷസഭയുടെ ഒരു വലിയ തട്ടിപ്പ്. അവർ ഇപ്പം ഓരോ ഓർഫനേജിൽ ഇപ്പം വികലാംഗരെ, അതായത് ഓരോവിധ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെടുത്ത് അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കാൻ പോവാണ്. അതിനൊരാൾ കുറച്ച് സ്ഥലം കൊടുത്തു, അവിടെ കെട്ടിടം പണിതു, അതിന് ഇന്ന കാര്യങ്ങൾ ഇന്ന ഇതൊക്കെ ഉണ്ട്. അതേതായാലും കുറച്ച് കാലം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയി അവിടെ ഒന്ന് സന്ദർശിച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതാം. ഇവരിപ്പോൾ എല്ലാം ചാരിറ്റിയാണ്. കാരണം എന്തുവാ, ഒരു നിയമം കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചാരിറ്റി ആകുമ്പോൾ ആദ്യം നിന്നും ഡൊണേഷൻ മേടിക്കാം. ഇന്ന കണക്ക് എഴുതിയാൽ മതിയല്ലോ. അതാണിപ്പോൾ ഓട്ടോസഭയുടെ കള്ളത്തരം. ഏതായാലും ഈ വലിയ കൊലപാതക കേസിലെ പ്രതി അവൻ എപ്പോഴും കൂട്ടിന് കള്ളന്മാരെയും കൊലപാതകങ്ങളെയും വേണം. അതിന് ഓട്ടോസഭയിലെ വിശ്വാസികളുടെ തന്നെ ചില നാരദന്മാരുണ്ട്. ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ട് 30 വെള്ളിക്കാശിന് ദൈവത്തിനെ ഒറ്റിക്കൊടുത്തതുപോലെ ഓട്ടോസഭയുടെ വിശ്വാസികളെ അവരുടെ സീക്രട്ട് അവരെ ഒറ്റിക്കൊടുക്കാനുള്ള ആൾക്കാർ വരെ ആത്മാരുടെ കൂട്ടത്തിലുണ്ട്. ഏതായാലും ഞാൻ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം മക്കളെ, ഇന്ത്യയിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയവും മതപരമായ കാര്യത്തിൽ ആരും ഒന്നും പറയരുത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല. ഇന്ന് ഞാൻ പറയാമല്ലോ, നിതിൻ ഗഡ്കരി അവൻ ചലഞ്ച് ചെയ്യുകയാണ്. ആരുടെ കാറിനാണ് എഥനോൾ ഉപയോഗിച്ച് പെട്രോൾ എഥനോൾ ചേർത്ത് ഉപയോഗിച്ചിട്ട് കേട് പറഞ്ഞിട്ടുള്ളത്? 2 ദിവസിക്കുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ടൊയോട്ട പുതിയ കാറ് കേടായി കമ്പനി കൊണ്ടുവന്നപ്പം അവർ പറഞ്ഞ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. ഇന്ന് അദ്ദേഹത്തെ കാണാനില്ല. കാരണം അദ്ദേഹത്തിന് ജീവിക്കണ്ടായോ? ഞാൻ ചോദിക്കുന്നത്, നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ ഫാക്ടറി ഈ 2 വർഷം കൂടി ഇത്ര ഉയർന്നത് എങ്ങനെയാ? ഞാൻ ചോദിക്കുന്നത്, നിതിൻ ഗഡ്കരി എൻ്റെ പൊന്നു മക്കളെ, നീ കോടികളുണ്ടാക്കിയാലും നീ ഇപ്പോൾ 3 നേരം ആഹാരം ശരിയായിട്ട് കഴിക്കുന്നു എനിക്കറിയത്തില്ല. നിനക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം കാണും. അതും വേണ്ട. ഈ കാശ് കുമിഞ്ഞു കൂട്ടി വെച്ചിട്ട് നീ എന്ത് കൊടുക്കാനാ? മനുഷ്യരെ ചോദിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് നീ അനുഭവിക്കുമോ? ഫാക്ടറിയുടെ എൻ്റെ ഉണ്ടാക്കാൻ എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. കേന്ദ്രം തന്നെ നന്നായി ഭരണം നടത്തുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയാം,
ഇന്ത്യയിലെ രാഷ്ട്രീയവും മതപരമായ കാര്യത്തിലൊന്നും ഒരു മനുഷ്യനും അഭിപ്രായം പറയരുത്. പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടങ്ങ് ചേർന്ന് പോകണം, BJP-യിലോട്ട് ചേർന്ന് പോകണം. അല്ലാതെ പിന്നെ നിന്നാൽ പ്രശ്നമാണ്. ഇപ്പം കേരളത്തിലെ ഇലക്ഷന് വന്ന കോടികളുടെ കണക്ക് ആദ്യം പറഞ്ഞു ഒരാൾ, കേരളത്തിലെ വലിയ ആൾ, എന്നിട്ട് പറഞ്ഞ് അങ്ങനല്ല, അങ്ങനെ നടന്നിട്ടില്ല. എന്നാലും 3 പേര് കാശ് കൈകാര്യം ചെയ്ത് അവർ തീരുമാനിച്ചിട്ട് അവർ വലിയ ആക്ഷൻ ഉണ്ടാവും. എന്താ ഇത്? ഈ ഒരു നേരെന്നറിയില്ലാത്ത ലോകത്തിലെ ജനതയായി മാറിയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയക്കാരും മതക്കാരും. ഞാൻ കൂടുതൽ പറയുന്നില്ല.